ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുക. അതായത് ഇപ്പോ ഫോർ എക്സാമ്പിൾ എക്സ് എന്ന് പറയുന്നത് എൻ mu sigma ജനറലി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് what is the probability that a less than x less than b, or what is the probability that x greater than or equal to a, or what is the probability that x less than b. ഇങ്ങനെയുള്ള പ്രോബിലിറ്റീസ് ഒക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂഷ്വൽ അറിയില്ല. പ്ലസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് സെയിം. അതുകൊണ്ടാണ് സിമെട്രിക് അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത്. എക്സ് ഈക്വൽ ടു മ്യൂല് കർവ് സിമെട്രിക് ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭാഗത്ത് വരുന്ന പ്രോബബിലിറ്റി, ലെഫ്റ്റ് സൈഡ് വരുന്ന ഈ പ്രോബബിലിറ്റിയും റൈറ്റ് സൈഡ് വരുന്ന ഈ പ്രോബബിലിറ്റിയും, അല്ലെങ്കിൽ ഈ ഭാഗത്തുള്ള ഏരിയയും മ്യൂവിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഏരിയയും മ്യൂവിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഏരിയയും സെയിം ആണ്. ടോട്ടൽ ഏരിയ എപ്പോഴും 1 ആയിരിക്കും അല്ലെ? ടോട്ടൽ പ്രോബിലിറ്റി 1 അല്ലേ? ഇപ്പൊ കണ്ടിന്യൂസ് കേസിൽ നമുക്ക് പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ കർവ് ആയിട്ടാണ് പറയാ. കണ്ടിന്യൂസ് കേസില് പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ദ കർവ് ആണ്. അപ്പൊ ഈ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. പക്ഷെ ഈ മ്യൂവിൽ നിന്ന് മ്യൂ എന്ന് പറയുന്നത് സെൻട്രൽ വാല്യൂ ആയിട്ട് വരും. മ്യൂവിൽ നിന്ന് മൈനസ് ഇൻഫിനിറ്റി വരെയുള്ള പ്രോബിലിറ്റിയും മ്യൂവിൽ നിന്ന് പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള പ്രോബിലിറ്റിയും സെയിം ആണ്. അതുകൊണ്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് അറ്റ് എക്സ് ഈക്വൽ ടു മ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഈ സൈഡുള്ള ഏരിയ എന്ന് പറയുന്നത്, റൈറ്റ് സൈഡുള്ള ഏരിയ എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. ലെഫ്റ്റ് സൈഡുള്ള ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0.5 ആയിരിക്കും. കാരണം ടോട്ടൽ ഏരിയ 1 ആണ്. അപ്പോ മൈനസ് ഇൻഫിനിറ്റി മുതൽ മ്യൂ വരെയുള്ള ഏരിയയും മ്യൂ തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള ഏരിയയും സെയിം ആണ്. അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി മുതൽ മ്യൂ വരെയുള്ള പ്രോബിലിറ്റിയും മ്യൂ തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള പ്രോബിലിറ്റിയും സെയിം ആണ്. അതായത് സിമെട്രിക് ആണ്. മൈനസ് ഇൻഫിനിറ്റി മുതൽ മ്യൂ വരെ എന്തൊക്കെയുണ്ടോ അതെല്ലാം മ്യൂ തൊട്ട് പ്ലസ് ഇൻഫിനിറ്റി വരെയും ഉണ്ട്. അത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു വെൽ ഷേപ്ഡ് കർവ് ആണ്. അത് മാത്രമല്ല അത് എക്സ് ഈക്വൽ ടു മ്യൂല് സിമെട്രിക്കും ആണ്. അതിന്റെ അർത്ഥം മൈനസ് ഇൻഫിനിറ്റി മുതൽ മ്യൂ വരെയുള്ള പ്രോബിലിറ്റിയും മ്യൂ മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെയുള്ള പ്രോബിലിറ്റിയും എന്താണ്? സെയിം ആണ്. രണ്ടും 0.5 ആണ്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. എഴുതോ. The graph of normal distribution is the graph of normal distribution. The graph of normal distribution is a bell-shaped curve The graph of normal distribution is a bell-shaped curve, which is symmetric at x is equal to mu. Which is symmetric at x is equal to mu. എന്നിട്ട് താഴെ ഈ ഗ്രാഫ് വരയ്ക്കുക. ഞാൻ ബോർഡിൽ വരച്ചിട്ടുള്ള ഈ ഗ്രാഫ് വരയ്ക്കുക. ഇങ്ങനെ ഒരു ബെൽ ഷേപ്ഡ് കർവ് വരയ്ക്കുക. നടുവിലൊരു ലൈൻ വരച്ചിട്ട് x ഈക്വൽ ടു മ്യൂ എന്ന് കൊടുക്കുക. ഇവിടുത്തെ ഏരിയ 0.5, ഇവിടുത്തെ ഏരിയ 0.5. ഇപ്പതില് ശരിയായി. ലിങ്കൊട്ടോ കാരണം എനിക്കിപ്പോ കേക്കണ്ട്. അപ്പൊ അതില് പിടിച്ചോ, ഇതില് സുഖമായിരുന്നു കേട്ടൂടെ? നല്ല സൗണ്ടല്ലേ? ഇതിലും സൗണ്ട്. അമ്മോട് ഇരുന്നോ? ഞാൻ മിസ്സേ വരച്ചു. Here, probability that minus infinity less than x less than mu equal to probability
probability that mu less than x less than plus infinity. ബോർഡിൽ ഉണ്ടാകുന്ന നോക്കി എഴുതാം. അല്ല അപ്പുറത്ത് Here, വായിച്ചത് വേണ്ട. probability that minus infinity less than x less than mu equal to probability that mu less than x less than plus infinity. കേറണ്ട അങ്ങനെ ഇരുന്നോട്ടെ, എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ കയറിക്കൊണ്ട്. ഞാൻ മതി ലെഫ്റ്റ് സൈഡ് അപ്പൊ probability that minus infinity less than x less than mu is equal to probability that mu less than x less than plus infinity. എഴുതിയോ? എഴുതിയോ? ആ, ഇനി നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് നമ്മളൊരു ഇങ്ങനെ സിമെട്രിക് ഗ്രാഫ് ആണെന്ന് പറഞ്ഞു. അപ്പൊ x ഈക്വൽ ടു മ്യൂ. മ്യൂ എന്ന് പറയുന്നത് എന്താണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ? മീൻ മ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പാരാമീറ്റർ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എന്ത് കൂടിയാണ്? മീൻ കൂടിയാണ്. എന്താണ് മ്യൂ? മീൻ എന്താണ് ആരൊന്നും മിണ്ടാത്തത്? മ്യൂ എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എന്താണ്? മീൻ. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ മീഡിയൻ എവിടെ വരും? അറിയില്ല. വേരിയൻസ് അതായത് നമ്മൾ വരച്ച ഗ്രാഫില് അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മീഡിയൻ എന്ന് പറയുന്നത് എവിടെ വരും? മീഡിയനും മ്യൂ അല്ലേ മിസ്സേ? മോഡ് എവിടെ വരും? മോഡും മോഡും മ്യൂ തന്നെയാണ് അല്ലേ? അപ്പൊ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു പ്രത്യേകതയാണ്. മീൻ ഇസ് ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. അതായത് മീനും മീഡിയനും മോഡും എല്ലാം സെയിം പോയിന്റിൽ വരുന്നത് കൊണ്ടാണ് അത് സിമെട്രിക് ആയത്. മനസ്സിലായോ? അപ്പൊ എല്ലാം ഈ പോയിന്റിൽ തന്നെയാണ് x equal to mu എന്ന് പറയുന്ന പോയിന്റിൽ തന്നെയാണ് മീനും മീഡിയനും മോഡും വരുന്നത്. അപ്പൊ മീഡിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, അപ്പോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് വരയ്ക്കുമ്പോ മ്യൂ മാത്രമേ തന്നുള്ളൂ. മ്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മീനും മീഡിയനും മോഡും ഒക്കെ ആ പോയിന്റിൽ തന്നെയാണെന്നാണ്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഗ്രാഫ് ഓഫ് standard normal distribution. Graph of standard normal distribution. The graph of standard normal distribution. The graph of standard normal distribution is also a bell-shaped curve. Is also a bell-shaped curve, which is symmetric at x is equal to 0. Which is symmetric at x is equal to 0. സ്റ്റാൻഡേർഡ് നോർമലിന്റെ കർവും നോർമലിന്റെ കർവ് തന്നെ പോലെ തന്നെയാണ്. ഒരു വ്യത്യാസമേ ഉള്ളൂ, x equal to mu ന് പകരം ഇവിടെ 0 വരും. അതിനുള്ള കാരണം x equal to n mu sigma എന്ന് പറഞ്ഞ വേരിയബിള് സ്റ്റാൻഡേർഡ് നോർമൽ ആവണമെങ്കിൽ അതെന്ത് വേണം? x ൽ നിന്ന് mu സബ്ട്രാക്ട് ചെയ്ത് സിഗ്മ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് എന്താവും? n01 ആവും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? നമ്മുടെ നോർമൽ വേരിയബിളിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ വേരിയബിളിൽ നിന്ന് അതിന്റെ മീൻ സബ്ട്രാക്ട് ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഇസഡിന്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് n01 ആവും. n01 മ്യൂ എന്ന് പറയുന്നത് 0 അല്ലേ? അതുകൊണ്ടാണ് സിമെട്രിക് അറ്റ് x equal to 0 എന്ന് പറഞ്ഞത്. The graph of standard normal distribution is also a bell-shaped curve which is symmetric at x is equal to 0. That is, probability that minus infinity less than x less than 0 is equal to probability that 0 less than x less than plus infinity. Minus infinity മുതൽ 0 വരെയുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഈ ഏരിയ എന്ന് പറയുന്നതും ഈ ഏരിയ എന്ന് പറയുന്നതും സെയിം ആണ്. ഇവിടെ 0.5, ഇവിടെയും 0.5.
കണ്ടുപിടിക്കുക. അതിന് നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ ആണ്. കാരണം നോർമലിന് നമുക്ക് സ്റ്റാൻഡേർഡ് നോർമൽ ബുദ്ധില്ല. കാരണം നോർമൽ വേരിയബിളിൽ നിന്ന് അതിന്റെ സബ്ട്രാക്ട് ചെയ്ത് സിഗ്മ കൊണ്ട്, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ കിട്ടും. അപ്പൊ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റീസ് കണ്ടുപിടിക്കുക. കാരണം സ്റ്റാൻഡേർഡ് നോർമലിന്റെ ടേബിൾസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ടേബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എഴുതിയില്ലേ ഇത്രയും? ആ മിസ് എഴുതി. കഴിഞ്ഞോ? ആ അടുത്ത ഹെഡിങ് എഴുതുക. കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രോബബിലിറ്റീസ്. Computation of probabilities using the area properties of normal distribution. Computation of probabilities using the area properties of normal distribution. Normal distribution is a continuous distribution. Normal distribution is a continuous distribution, comma, and the PDF is not so simple, and the PDF is not so simple, so that computation of probabilities of normal distribution, so that computation of probabilities of normal distribution is not easy. Computation of probabilities of normal distribution is not easy. Hence we use tabulated values of standard normal curve. Hence we use tabulated values of standard normal curve for computation of various probabilities. For computation of various probabilities. Full stop. Or the computation of probabilities, in normal distribution is done using the area properties of standard normal curve. Using the area properties of standard normal curve. This is done by using the property that normal distribution can be capital N capital D എന്ന് എഴുതിയാൽ മതി. ND എന്ന് എഴുതിയാൽ മതി. അല്ലാതെ എല്ലാ പ്രാവശ്യവും normal distribution നീട്ടി വലിച്ച് എഴുതണ്ട. This is done by using the property that normal distribution can be transformed to
transform to standard normal distribution, standard normal distribution by using z equal to x minus mu by sigma, or z equal to x minus mean divided by standard deviation. Hence, we need to tabulate. Hence, we need to tabulate. Hence, we need to tabulate only N01 probabilities. N01 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണേ? N bracket 01. Hence, we need to tabulate only N01 probabilities. Full stop. Such a record of N01 probabilities. Such a record of N01 probabilities is known as standard normal table. Is known as standard normal table. Standard normal table. Full stop. This is of two types. First one, probability that 0 less than z less than some a, and second one, probability that z greater than a, where z is a N01 variable. Where z is a N01 variable. Where z is a N01 variable. Video. Okay. നമ്മൾ എന്താ ചെയ്തത്? നമുക്ക് സാധാരണ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്രോബിലിറ്റീസ് കമ്പ്യൂട്ട് ചെയ്യാന്ന് പറയുന്നത് ഈസി അല്ല. കാരണം സ്റ്റാൻഡേർഡ് നോർമൽ PDF കുറച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ PDF കുറച്ച് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പാടാണ്. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യാം? നോർമൽ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിലേക്ക് മാറ്റും. ഈ സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിളിന്റെ ടാബുലേറ്റഡ് വാല്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ടാബുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസ് നമുക്ക് അവൈലബിൾ ആണ്. ആ ടേബിൾസ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കുക. ഈ ടേബിൾ വാല്യൂസ് രണ്ട് രീതിയിൽ അവൈലബിൾ ആണ്. അതിൽ ഒരെണ്ണമാണ് പ്രോബിലിറ്റി ദാറ്റ് ഈ ഫോമിൽ 0 മുതൽ a വരെയുള്ള പ്രോബിലിറ്റീസ് എന്നുള്ള രീതിയിലും a മുതൽ ഇൻഫിനിറ്റി വരെ ഉള്ള പ്രോബിലിറ്റീസ് എന്നുള്ള രീതിയിലും നമുക്ക് സ്റ്റാൻഡേർഡ് നോർമലിന്റെ ടേബിൾസ് അവൈലബിൾ ആണ്. ഓക്കെ, ടേബിൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് 0 മുതൽ സം a എന്ന് പറയുന്നത് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അങ്ങനെ a വരെ ഈ ഫോമിൽ ഒരു ടേബിൾ അവൈലബിൾ ആണ്, ഈ ഫോമിലും അവൈലബിൾ ആണ്. യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ടേബിൾ ആണ്. ഈ ടേബിൾ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ടേബിളാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പ്രോബിലിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടേബിളാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുള്ള ടേബിൾ. അതിൽ 0 മുതൽ സം പോസിറ്റീവ് വാല്യൂ വരെയുള്ള വാല്യൂസിനുള്ള ടേബിൾ വാല്യൂസ് ആണ് കാണുക. ഓക്കെ, ഇനി താഴെ എഴുതുക. we know that z പറഞ്ഞാൽ z is standard table.
we know that Z is symmetric. Z is symmetric at zero. സ്റ്റാൻഡേർഡ് നോർമൽ സീറോയില് സിമെട്രിക് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ x എന്നുള്ള വേരിയബിളിന് പകരം z ആണ് യൂസ് ചെയ്യുക സാധാരണ. We know that z is symmetric about z equal to 0. Z is symmetric about z equal to 0. Hence probability that z less than or equal to 0 is same as probability that z greater than or equal to 0, which is equal to 1/2 അല്ലെങ്കിൽ 0.5. And probability that minus a less than or equal to z less than or equal to minus b is same as probability that b less than or equal to z less than or equal to a. അതായത് ഇത്രയേ ഉള്ളൂ. അതിന്റെ എഴുതുന്നത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ പറഞ്ഞു നമുക്ക് രണ്ട് രീതിയിൽ ടേബിൾസ് അവൈലബിൾ ആണ്. ആ രണ്ട് ടൈപ്പ് ടേബിളിൽ ഏത് രീതിയിലുള്ള പ്രോബിലിറ്റീസ് ആണ് ആ ടേബിളിൽ കിട്ടാന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇസഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് നോർമൽ വേരിയബിൾ ആണ്. അപ്പൊ നമുക്കറിയാം ഇസഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ആണെങ്കിൽ x equal to അല്ലെങ്കിൽ z equal to 0 അത് സിമെട്രിക് ആയിരിക്കും. അത് നമ്മൾ ഗ്രാഫ് വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ മൈനസ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ ഏരിയ, ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇസഡ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഈ പ്രോബബിലിറ്റിയും സെയിം ആയിരിക്കും, കാരണം സിമെട്രിക് ആയതുകൊണ്ട്. ഓൾസോ ഇപ്പൊ നോക്കുക, മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മൈനസ് ബി. നമ്മൾ മൈനസ് എ ഇവിടെ എടുത്തു, ദിസ് ഈസ് മൈനസ് ബി. ഞാൻ വേറെ ഗ്രാഫ് വരച്ച് കാണിച്ചാ സിമെട്രിക് ആയിട്ട് വരയ്ക്കാട്ടോ, ഞാൻ വരയ്ക്കുമ്പോ അത്ര ക്ലിയർ ആവില്ല. ഇതാണ് മൈനസ് എ, ഇതാണ് മൈനസ് ബി. ഈ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കണം. മൈനസ് എ മുതൽ മൈനസ് ബി വരെയുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിമെട്രിക് ആയതുകൊണ്ട് ഇവിടെയുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗത്തുള്ള ബി തൊട്ട് എ വരെ എത്ര ഏരിയ ഉണ്ടോ അതിനോട് സെയിം ആയിരിക്കും. അപ്പൊ മൈനസ് എ മുതൽ മൈനസ് ബി വരെയുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ബി മുതൽ എ വരെയുള്ള പ്രോബിലിറ്റിയോട് സെയിം ആയിരിക്കും. കാരണം ഈ ഭാഗത്തുള്ളതിന്റെ അതേ സിമെട്രിക് വേർഷൻ ആണ്, ലെഫ്റ്റ് സൈഡിലുള്ളതിന്റെ സിമെട്രി ആണ് റൈറ്റ് സൈഡിലുള്ളത്. അപ്പൊ ഈ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഈ ഏരിയ എന്ന് പറയുന്നത് എന്തിനോട് സെയിം ആയിരിക്കും? റൈറ്റ് സൈഡിലുള്ള ബി മുതൽ എ വരെയുള്ള ഏരിയയോട് സെയിം ആയിരിക്കും. അതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രത്യേകത. അപ്പൊ ലെഫ്റ്റ് സൈഡിലുള്ള പ്രോബിലിറ്റികൾ കണ്ടുപിടിക്കാൻ നമുക്ക് റൈറ്റ് സൈഡിലുള്ള പ്രോബിലിറ്റികൾ അറിഞ്ഞാൽ മതി. അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള പ്രോബിലിറ്റികൾ കൂടി കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ലെഫ്റ്റ് സൈഡിന്റെ സിമെട്രി തന്നെയാണ് നമുക്ക് റൈറ്റ് സൈഡിൽ കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? താഴെ therefore any probability on left to z equal to 0, any probability on left to z equal to 0 can be found out using its symmetrical part in right to z equal to 0. Therefore any probability on left to z equal to 0 can be found out using its symmetrical part in right to z equal to 0. Hence, we need to tabulate only z greater than or equal to 0 part. Hence, we need to tabulate only
Z greater than or equal to 0 part or Z less than or equal to 0 part, Z less than or equal to 0 part of N01 distribution. Hence, we need to tabulate only Z greater than or equal to part or Z less than or equal to part of N01 distribution. Full stop. Usually N01 table give usually N01 table give Z greater than or equal to 0 part. Usually N01 table gives Z greater than or equal to 0 part. That is probability that -3 less than or equal to Z less than or equal to -2 is same as probability that 2 less than or equal to Z less than or equal to 3. അതായത് ഗ്രാഫിക്കലി കാണിക്കുകയാണെങ്കിൽ എന്റെ ഗ്രാഫ് വരച്ചതിലേക്ക് പോയി. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് നോർമൽ കർവ്. നമുക്കിപ്പോ കണ്ടുപിടിക്കേണ്ടത് -3ന്റെയും -2ന്റെയും ഇടയിലുള്ള ഈ പ്രോബബിലിറ്റി. ഇത് എന്തിനോട് സെയിം ആണെന്നാണ് പറയുന്നത്? 2 to 3 എന്നുള്ള റൈറ്റ് സൈഡിലുള്ള പ്രോബബിലിറ്റിയോട് സെയിം ആണ്. അതാണ് നമ്മൾ എഴുതിയത്. Similarly, probability that Z less than or equal to some -1 is same as probability that Z greater than or equal to 1. അതായത് ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 പറഞ്ഞാൽ ഈ ഏരിയ അല്ലെ. ഇത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള ഏരിയയുടെ ഈ ഭാഗത്തോട് ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തെ പ്രോബബിലിറ്റി അറിഞ്ഞാൽ രണ്ട് ഭാഗത്തെ പ്രോബബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സിമെട്രിക് ആയതുകൊണ്ടാണ്, നോർമലും സ്റ്റാൻഡേർഡ് നോർമലും സിമെട്രിക് ആയതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, Z less than or equal to -1 ഈ ഏരിയ എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള 1 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ഏരിയയോട് സെയിം ആയിരിക്കും.